റാസയിൽ ഈ ചെയ്യുന്നത് ശരിയാണ്? ഈ വിഷയമാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരുപക്ഷെ ഈ ചാനൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ചാനൽ കാണുവാൻ തക്കൊണ്ട് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അത്ര പ്രധാനം അർഹിക്കുന്നതും വേദന നിറഞ്ഞതുമായ ചില കാഴ്ചകൾ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമേ ഓരോ വാക്യത്തിന് മുമ്പിലും റാസയിൽ ഈ ചെയ്തത് ശരിയാണോ എന്ന് ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് വിരസത തോന്നരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പറയട്ടെ. ഒന്നാമതായി, റാസ എന്നുള്ള വാക്കുപോലും ഒരു വിഷമവും കൂടാതെ, ഒരു ഉളുപ്പും കൂടാതെ നമ്മുടെ നോട്ടീസുകളിൽ കാണുമ്പോൾ നല്ല വിഷമം തോന്നാറുണ്ട്. കാരണം മലങ്കര സഭയ്ക്കുള്ളത് പ്രദക്ഷിണമാണ്. അത് മാറാനെ പെരുന്നാളിലായിരുന്നാലും ഇടവക പെരുന്നാളിലായാലും പ്രദക്ഷിണമാണ്. റാസ എന്നുള്ളത് റോസോ എന്നതിന്റെ പദത്തിൽ നിന്നുള്ളതാണ്. അത് മറ്റൊരു സഭയുടേതാണ്. ഏത് സഭയുടെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു സഭയുടെയാണ്. അപ്പൊ ഇനിയെങ്കിലും പെരുന്നാൾ നോട്ടീസ് അടിക്കുമ്പോൾ റാസ എന്നുള്ള പരിശുദ്ധമായ റാസ എന്നൊക്കെ അടിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പരിശുദ്ധമായ റാസ എന്നുള്ള വാക്ക് ഒഴിവാക്കി പ്രദക്ഷിണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഒന്നാമത് ആഗ്രഹിക്കുന്നു. രണ്ട്, റാസയിൽ ഈ ചെയ്തത് ശരിയാണോ എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാര്യം, പഠിത്ത വീടിൽ അല്ലെങ്കിൽ പഴയ സെമിനാറിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് നേരത്തെ മുന്നറിവൊന്നുമില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് പോയത്, അല്ലാതെ ഞാൻ അരമനയിലോ ഒന്നും നിന്നിട്ടില്ല. സന്ധ്യാ നമസ്കാരം ശനിയാഴ്ച വൈകിട്ട് തീർന്നാൽ 7:30 ആവുമ്പം കഞ്ഞി തരും. 8 മണി വരെയാണ് കഞ്ഞി കുടിക്കാനുള്ള സമയം. 8 മണി മുതൽ 9 മണി വരെ പിറ്റേ ദിവസത്തെ വിശുദ്ധമായ വേദവായന ഭാഗത്തെ ധ്യാനിക്കാൻ ഓരോ ഗ്രൂപ്പുകൾ ക്രമീകരിച്ചാണ്. അവിടെ ഈ വാക്യം മാത്രം ചിന്തിക്കും. എന്നിട്ട് 9 മണിക്ക് സൂത്താറ നടത്തി 9:15 ആവുമ്പോൾ തന്നെ അവരവരുടെ മുറിയിൽ പോവുകയോ ദേവാലയത്തിലിരുന്നോ മൗനമായിരിക്കണമെന്നാണ്. മൗനമായി എന്ന് പറഞ്ഞാൽ പിന്നീട് മിണ്ടാൻ അവകാശമില്ല. അപ്പം ചോദിക്കട്ടെ, ഈ റാസ ഈ വലിയ വിരുന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ വലിയ വിശുദ്ധ ബലിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ തലേ ദിവസം സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് 11 മണി 12 മണി വരെ നടത്തുന്ന ഈ പരിപാടി ശരിയാണോ? അത് ആദ്യം ചിന്തിക്കാൻ ഇടയാകട്ടെ. മറ്റേത് ഒരുങ്ങുകയാണ്. ഈ വലിയ പെരുന്നാളിന് വിശുദ്ധ ബലിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഇവിടെ എവിടെ ഒരുക്കം നടക്കുന്നത്? അതെങ്ങനെയാ? നമ്മൾ പിറ്റേ ദിവസം കുർബാനയ്ക്ക് വരുന്നില്ലല്ലോ. നമുക്ക് വലുത് ഈ 4000-5000 പേര് വരുന്ന ആ റാസയാണല്ലോ. എന്താ റാസ എന്ന് പോലും അറിയാതെ ഈ പറയണേ. മൂന്നാമത്, ഈ ചെയ്യുന്നത് റാസയ്ക്ക് ഈ ചെയ്യുന്നത് ശരിയാണോ? ഒരു വിശ്വാസി ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതും ഇറങ്ങിപ്പോകേണ്ടതും പടിഞ്ഞാറേ വാതിൽ വഴി മാത്രമാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. പടിഞ്ഞാറേ വാതിൽ വഴി മാത്രമാണ്. അത് നമ്മൾ ചെയ്യാതെ റാസ ഇറങ്ങുന്നതിനെ, അല്ലെങ്കിൽ ആ പ്രദക്ഷിണം ഇറങ്ങുന്നതിനെ പോലും എന്റെ വായിലാത്ത ഇടയ്ക്ക് റാസ എന്ന് വരുന്നെങ്കിൽ ഈ 2 സബ്ജക്റ്റ് ഒരേപോലെ വരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും പലരും നിയന്ത്രിക്കുന്നുണ്ട്. അത് വൈദികർ ഉൾപ്പെടെ വടക്കേ വാതിൽ വഴി കയറി തെക്കേ വാതിൽ വഴി ഇറങ്ങണമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് എന്തൊരു മൗഢ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. പടിഞ്ഞാറേ വാതിൽ വഴിയാണ് ഇറങ്ങേണ്ടത്. ഇത് ഞാൻ പഠിത്ത വീട്ടിൽ തന്നെ, പഴയ സെമിനാരിൽ തന്നെ പഠിച്ചാണ്. ഇനിയും റാസയിൽ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതിന്റെ നാലാമത്തെ കാര്യം, പ്രദക്ഷിണത്തിൽ ഏറ്റവും മുമ്പിൽ വരേണ്ടത് പരിശുദ്ധ സ്ലീബയാണ്. ആ പരിശുദ്ധ സ്ലീബയ്ക്ക് മുമ്പിൽ ആരും നടക്കരുത്. കാരണം ക്രിസ്തുവിന്റെ അടയാളമായ സ്ലീബ, ഏത്തിന്റെ അടയാളമായ സ്ലീബ മുമ്പിൽ കൊണ്ടുപോകണം. അതിന് മുമ്പിലല്ലേ നമ്മളെല്ലാം നടക്കുന്നത്. ഇത്തിരി കാശുണ്ട്, ഇത്തിരി നിയന്ത്രിക്കാൻ കഴിവുണ്ട്, പിന്നെ നമ്മൾ ഇതിന് മുമ്പിലല്ലേ. ഇത് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മളല്ലേ. പരിശുദ്ധ സ്ലീബയാണോ? അപ്പൊ ഈ റാസയിൽ ഈ ചെയ്യുന്ന തെറ്റല്ലേ? 5, പ്രദക്ഷിണത്തിൽ സഭയുടെ കൊടി പിടിക്കാം. നമുക്ക് എന്താണ് ഈ വർണ്ണക്കളറുള്ള കൊടി, കൊട, ഒരു പ്രദക്ഷിണത്തിന് എന്തൊക്കെ ബലൂൺ, ഇതൊക്കെ എന്നാ ഉണ്ടായ? ഈ ചെയ്യുന്ന തെറ്റല്ലേ? ഈ ഒരു തെറ്റ് മറ്റൊരു തെറ്റ് എല്ലാം തെറ്റ് തന്നെയാണ്. തെറ്റായിട്ട് അംഗീകരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രമല്ല. നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും, വിശ്വാസികൾക്ക് കഴിയും. ഇത് പാടില്ല എന്ന് പറയാൻ കഴിയണം. ഇനിയും റാസയിൽ ഈ ചെയ്യുന്ന തെറ്റല്ലേ? ഏത്? വിശ്വാസികളുടെ വസ്ത്രത്തിന്റെ നിറം എന്താണ്? വെള്ള നിറമാണ്. ഇതെങ്ങനെയാ നമുക്ക് യൂണിഫോം സാരിക്ക് ചേർന്ന ഷർട്ട്,
സാരിക്ക് ചേർന്ന മറ്റ് ക്രമീകരണങ്ങൾ, ഇതൊക്കെ എന്നാ ഉണ്ടായേ? വിശ്വാസികളുടെ നിറം വെള്ളയാണ്, വെള്ള നിറം ധരിച്ചു വേണം അവർ പോകാൻ. അടുത്തത്, റാസയിൽ ചെയ്യുന്നത് തെറ്റല്ലേ? എന്താണ്? റാസയ്ക്ക് പ്രദക്ഷിണത്തിന് ചെണ്ട ഉപയോഗിക്കാൻ അനുവാദം തന്നു നാട്ടുരാജാക്കന്മാർ. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ചെപ്പേടിന്റെ അധികാരത്താൽ രാജകീയ വിളംബരം എങ്ങനെയാണോ ജനത്തിനിടയിൽ പ്രസിദ്ധമാക്കുന്നത്, അതേ രീതിയിൽ കർത്താവിന്റെ വലിയ വിളംബരം, പരിശുദ്ധമാകുന്ന സുവിശേഷം അറിയിക്കുവാനുള്ള മഹത്വം കിട്ടിയവരാണ്. അവിടെയാണ് നാം ചെണ്ട ഉപയോഗിക്കേണ്ടത്. എന്നാൽ തീപ്പന്തം കളിയില്ല, ബാൻഡ് സെറ്റിന്റെ കളിയില്ല, നാസിക് ഡോളിന്റെ കളിയില്ല. ഇതൊക്കെ എങ്ങനെ വന്നേ? സ്പോൺസർ ചെയ്യാൻ ഒരു പള്ളിയിലെ വികാരിച്ചതിനോട് പറഞ്ഞ, അച്ഛാ ഞാനിവിടെ എന്തോ ചെയ്യാൻ പറ്റും, സ്പോൺസർ ഉണ്ടെങ്കിൽ എന്തും ചെയ്തോളാൻ പൊതുയോഗം തീരുമാനിച്ചത്. എന്നെ മണ്ടത്തരാണെന്ന് ആലോചിക്കേ. ഇത് ദൈവീക കാര്യമല്ലേ? എന്തിനാണ് ഈ നാസിക് ഡോളും ഈ ബാൻഡ് സെറ്റും? അത് 1, 2, 3 ബാൻഡ് സെറ്റ് നടത്തുന്ന പള്ളി എനിക്കറിയാം. 1, 2, 3. കാരണം അത് ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞ മത്സരം. ഞങ്ങള് 45,000 രൂപയുടെ, ഞങ്ങൾ 1,00,000 രൂപയുടെ സെറ്റിനെ കൊണ്ടുവരും. എവിടെ നിന്നും പൈസ സംഘടിപ്പിച്ചോളൂ. പള്ളിക്ക് ചെലവില്ലല്ലോ. പള്ളിക്ക് ചെലവില്ലെങ്കിൽ എന്ത് തോന്നിവാസം കാണിക്കാമല്ലോ, അല്ലേ? പള്ളിക്ക് ചെലവുണ്ടെങ്കിലും ചെലവില്ലെങ്കിലും ചെണ്ട കൊട്ടി ഈ വിളംബരം അറിയിക്കുകയാണ്, അത് ഉപയോഗിക്കാം. അതല്ലാത്തതെല്ലാം തെറ്റാണ്. അടുത്തത്, റാസയിൽ ചെയ്യുന്നത് തെറ്റാണ്. റാസയിൽ ഈ നമ്മൾ താമസിക്കുന്ന ഭാരതത്തിൽ, കേരളത്തിലൊക്കെ ഈ കെട്ടുകാഴ്ച കണ്ടിട്ടുണ്ട്. ഹൈന്ദവ ദേവാലയത്തിലെ പെരുന്നാൾ ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാഴ്ച കൊണ്ടുവരും. കുതിരകളെ, കാളകളെയൊക്കെ തത്തുല്യമായി. ഒരുപക്ഷെ ഇന്ന് കട്ടൗട്ട് വെച്ചിട്ട്, മാതാവിന്റെ കട്ടൗട്ട്, എന്നിട്ട് ചുറ്റോട് ഭയങ്കര ലൈറ്റ്, വണ്ടിക്കകത്ത് കെട്ടി വലിക്കുക. എന്തിനാ ഇത്? എന്താ ചെയ്യുന്നേ? ആവശ്യം എന്താ? ഇനിയും ടാബ്ലോ, എന്താണ് ഈ കാണിക്കുന്നത്? ആ ടാബ്ലോയുടെ വിവിധ ഭാഗങ്ങളല്ലേ ഇപ്പൊ നമ്മൾ കണ്ടത്. ആ ടാബ്ലോ ചെയ്തപ്പോൾ ഒരു തെറ്റുമില്ല. ഗിയോറിസ കുന്തത്തിന്റെ പാമ്പിന്റെ വായിൽ കുന്തം കൊണ്ട് കുത്തുന്നത്, കന്യാമറിയാമിനെ വെച്ചോണ്ടുള്ളത് ഒന്നും തെറ്റല്ല, അല്ലെ? അത് തെറ്റാണെങ്കിലും ഇപ്പോഴും തെറ്റ്. അപ്പൊ അത് തെറ്റാണെന്ന് പഠിപ്പിക്കുക, അത് ഒഴിവാക്കും നമ്മുടെ പ്രദക്ഷിണത്തിനകത്ത്. അടുത്തത്, പ്രദക്ഷിണത്തിന്റെ പാട്ട്, ഞങ്ങളുടെ ദോഷം കൊണ്ട് ഭൂമിയെ ശിക്ഷിക്കരുതേ. ഈ പാട്ട് പാടിയായിരുന്നു വസന്തറാസയൊക്കെ നടത്തിയത്. ഇനി ഏത് പാട്ട് പാടിക്കൊണ്ട് നമ്മളൊക്കെ നടത്തുന്നത്? യാതൊരു അർത്ഥമില്ലാതെ കുറെ പാട്ടുകൾ, അല്ലേ? അതെല്ലാം പിന്നീട് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യമാണെന്ന് പഠിപ്പിക്കുകയും കൂടെ. എങ്ങനെ പറ്റുന്നേ? പറ്റത്തില്ല. സഭയുടെ പാരമ്പര്യത്തിന്, സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി പാരമ്പര്യവും വിശ്വാസവും ചേർന്ന് അതാത് കാലഘട്ടങ്ങളിൽ വേണ്ടതായ ഡെവലപ്മെന്റ്സ് വരുത്താം. പകരം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് സഭയുടെ വിശ്വാസത്തിന്റെ ഭാഗമാക്കാം. അതെന്താ? ആരാധനയുമായി യാതൊരു ബന്ധമില്ലാത്തവർ പൊതുയോഗത്തിലിരുന്ന് ആരാധന തീരുമാനം എടുക്കുക. അടുത്തത്, പ്രദക്ഷിണം രാത്രി നടത്തണം. എന്താ നിർബന്ധം? പ്രദക്ഷിണം പകൽ നടത്തിയാൽ എന്താ കുഴപ്പം? ഞാനിതൊരു പള്ളിയുടെ പേര് തന്നെ പറയാം, ഇഞ്ചപ്പാറ സെന്റ് ഗ്രിഗോറിയസ് ദേവാലയം. വൈകിട്ട് 3:30 അവിടുത്തെ പ്രദക്ഷിണം ആരംഭിക്കും. എന്ത് സുന്ദരമായ പ്രദക്ഷിണം! എന്ത് ഭക്തിയോടെ നടക്കും! വളരെ കൃത്യമായ ആളുകൾ റോഡിന്റെ സൈഡിൽ ചേർന്ന് നടക്കും. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അതിന് പകരം ഈ രാത്രി നടത്തിയാൽ ആവശ്യമില്ലാത്ത ലൈറ്റ് ഡെക്കറേഷൻ, ദേശത്ത് മുഴുവൻ ലൈറ്റ് ഡെക്കറേഷൻ, വീടുകൾ മുഴുവൻ ലൈറ്റ് ഡെക്കറേഷൻ, ചിലയിടത്ത് മത്സരം, ഏറ്റവും നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത വീടുകൾക്ക് സമ്മാനം. എന്തിനാ ഇതൊക്കെ? ഇത് പ്രദക്ഷിണമാണോ? ഇത് ആരാധനയുടെ ഭാഗമാണോ മത്സരമൊക്കെ? കള്ളുകുടിയന്മാർ രാത്രിയിൽ 7 മണി 8 മണി കഴിഞ്ഞപ്പം കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ഇനി എവിടെയെങ്കിലും ഒന്ന് പോയി തുള്ളണം. അത് നോക്കിയപ്പോൾ നല്ല ഒന്നാന്തരമായിട്ട് ബാൻഡ് സെറ്റ് അടിക്കുന്നു, വന്നു നിന്ന് തുള്ളുന്നു. റാസയിച്ചത് തെറ്റല്ലേ? നിർത്തണം. തെറ്റെന്ന് തോന്നി ഇതൊക്കെ നിർത്തണം. അത് ഒരു വൈദികനായി എനിക്ക് പറയാനേ പറ്റുള്ളൂ. തീരുമാനം എടുക്കേണ്ട ഇടവ പുതിയത്തിലാണ്. പറ്റില്ല, തീരുമാനം എടുക്കണം. റാസയിൽ ചെയ്യുന്ന തെറ്റല്ലേ? 11, ഫ്യൂഷൻ, ആകാശദീപ കാഴ്ച. എന്തിനാണിത്? ആത്മതപനത്തിന്റെ നാളുകളാണ് പെരുന്നാളുകൾ. ആത്മതപനം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീരും വിലാപവും. ഒരു പള്ളിയില് എനിക്ക് സഹി കെട്ടിട്ട് ഞാൻ എന്റെ മുറിക്കകത്ത് പോയി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഈ ഫ്യൂഷൻ കാരണം. പറഞ്ഞാൽ കേൾക്കില്ല, പറഞ്ഞാൽ അനുസരിക്കില്ല.
അച്ഛൻ അച്ഛന്റെ പണി നോക്കെന്ന് പറഞ്ഞു. പിന്നെ എനിക്കെന്നെ പറ്റും? ആരെ തിരുത്താൻ പറ്റും? മേലധികാരികൾ പറഞ്ഞാൽ കേൾക്കുവോ? ഇല്ല. അതുകൊണ്ടാണ് സുഖമായിട്ട് പോയി കിടന്ന് എനിക്ക് ഉറങ്ങേണ്ടി വന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫ്യൂഷനും കഴിഞ്ഞ് പിന്നെ ആകാശ ദീപക്കാഴ്ച 3-4 ലക്ഷം രൂപ ആകാശയെ പൊട്ടിച്ച് ഇവിടെ 6.5 ലക്ഷം രൂപയുടെ ഒരു പാവം കിടന്നുറങ്ങും. അതിനൊരു വീട് വെച്ചു കൊടുക്കാൻ നമുക്കറിയില്ല. പൊട്ടിച്ചു വിടുക, കൊരവപ്പ് കത്തിച്ച്. എന്നിട്ട് പറയാണ് റാസയ്ക്ക് ചെയ്തത് തെറ്റോ? റാസയ്ക്ക് ചെയ്തതല്ല, ഇപ്പൊ പ്രദക്ഷിണത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. ഇനി അടുത്തത്, വിശ്വാസികൾ അണിനിരക്കുന്നുണ്ടല്ലോ. ഫുൾ വർത്തമാനം മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നോ ഞങ്ങളോട് കരുണ ചെയ്യണമെന്നോ ഉള്ള പ്രതിവാക്യം എത്ര പേരാ ഉരുവിടുന്നത്? നടത്തുന്ന വൈദികൻ ഉൾപ്പെടെ രാത്രിയിൽ ഈ നടക്കുന്നതിന് മേൽപ്പെട്ട സ്ഥാനികൾ ആരും കാണില്ല. വിധിവശാൽ വികാരി അച്ഛനും മുൻവികാരിമാരും എല്ലാം കൊണ്ട് നടക്കാൻ വിധിക്കപ്പെട്ടു പോയി. ആലോചിച്ചു നോക്കൂ, ഇത് എപ്പോ നടത്തേണ്ടതാണ്? ഇനിയും ഏറ്റവും ഒടുവിലായി ഒന്നുകൂടെ പറഞ്ഞു, എന്റെ സമയം സാധാരണയിൽ വ്യത്യസ്തമായി ദൈർഘ്യം കൂടിപ്പോയി. ശുശ്രൂഷക്കാരുണ്ട്, 10-14 ശുശ്രൂഷക്കാര് ഈ വസ്ത്രം ഇട്ടുണ്ടായി 11 കിലോമീറ്റർ നടക്കുന്നത്. പിറ്റേ ദിവസം ഇതേ ശുശ്രൂഷ കുപ്പായിട്ടുണ്ട് ആരാധനയിൽ ഭാഗവാക്കാവുക. ഈ വിയർത്ത് കുളിച്ച അഴുക്കും നാട്ടി മുഴുവൻ നടന്ന ശുശ്രൂഷ കുപ്പായി ഉപയോഗിച്ചാണ് ആരാധനയിൽ കയറുന്നത്. സഹോദരങ്ങളെ, എന്നോട് നിങ്ങൾക്ക് ആർക്കും വിരോധം തോന്നരുത്. ഒരു പെരുന്നാളുടെ റാസ ഉണ്ടെങ്കിൽ 6.5 ലക്ഷം രൂപയ്ക്ക് ഒരു പാവത്തിന് വീട് വെച്ചു കൊടുക്കാം. പെരുന്നാൾ റാസയുടെ അല്ലെങ്കിൽ പ്രദക്ഷിണത്തിന്റെ അർത്ഥവും നീതീകരിക്കപ്പെടാൻ സാധിക്കും. വേണ്ടാത്തത് വേണ്ടാന്ന് വെക്കണം. എന്നെ കാണുന്നത് വളരെ ചുരുക്കം പേരാണെന്ന് എനിക്കറിയാം. അപ്പോഴും ബഹുഭൂരിപക്ഷം വെളിയിൽ കിടന്ന് ഇമാതിരിയുള്ള വൃത്തികെട്ട തീരുമാനങ്ങൾ എടുക്കുകയും അത് നയിക്കുകയും ചെയ്യും. നിയന്ത്രിക്കാൻ കഴിയട്ടെ. നമുക്ക് വേണ്ടത് ആരാധനയിൽ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. എന്ത് കാര്യം ചെയ്യാൻ പോയാലും, ദേവാലയ ബന്ധിതമായി എന്ത് കാര്യം ചെയ്യാൻ പോയാലും ഒറ്റ ചോദ്യം ചോദിക്കണം: ഈ പ്രവൃത്തി എന്നെ ദൈവത്തോട് അടുപ്പിക്കുമോ അകറ്റുമോ? ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന പ്രവൃത്തിയും വേണ്ട. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് ഏറ്റെടുക്കാം. ദൈവത്തോട് അകറ്റുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് എല്ലാ കാലത്തേക്കും ഉപേക്ഷിക്കാം. ചില പ്രവൃത്തികൾ നമുക്ക് ഇച്ചൂടെ മോഡിഫൈ ചെയ്ത് ദൈവത്തിങ്ങനെ ആക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് നടത്താം. ദൈവത്തിങ്ങനെ അകറ്റുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. പ്രദക്ഷിണത്തിൽ ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവാക്കാൻ കഴിയട്ടെ. പെരുന്നാളുകൾ വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വൈദികർ നിന്ന് ഉരുകുകയാണ്. ഞാൻ അതിന് ഉദാഹരണമാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളിരിക്കുന്ന പള്ളിയിൽ അത് പറഞ്ഞാൽ മനസ്സിലാവും. ചിന്തിക്കാനിടയാകട്ടെ. ദൈവബന്ധിതമായി ജീവിക്കാൻ ഇടയാകട്ടെ. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.